പിന്നെ അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതായത് പാരാമിക്സോ വൈറസ് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ ഫീക്കൽ ഓറൽ റൂട്ടിൽ, അതായത് വയറ്റുന്നു പോകുന്നതിന്റെ കാഷ്ടത്തിലെ ഘടകങ്ങളൊക്കെ അംശങ്ങൾ തീറ്റയിൽ കൂടിയിട്ടോ പിന്നെ ശ്വസിക്കുന്നത് വഴിയായിട്ടോ അല്ലെങ്കിൽ നേസൽ ഡിസ്ചാർജ് വഴിയായിട്ടോ അങ്ങനെയൊക്കെ തന്നെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വളരെ ശക്തിയുള്ള ഒരു വൈറസാണ് ഈ പാരാമിക്സോ വൈറസ്. അത് നമ്മൾ ഏകദേശം ഏവിയൻ ഇൻഫ്ലുവൻസർ അടുത്ത് തന്നെ വരും, കാരണം അത്രയ്ക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബേർഡ് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാരാമിക്സോ വൈറസ് ഇൻഫെക്ഷൻ ആണെന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പൊ അതിന് റെസ്പിറേറ്ററി സെക്രേഷൻസ് വഴിയായിട്ട്, പിന്നെ ഇൻഡയറക്റ്റ് കോൺടാക്ട് ആയിട്ട് ഫീഡ്, വാട്ടർ, എക്യുപ്മെന്റ്, ഹ്യൂമൻ ക്ലോത്തിങ്, അതായത് ഒരാള് അതായത് സന്ദർശകരെ പോലും നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുത്താവൂ. അത് ഞാൻ ബയോസെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ പറയാം. പിന്നെ വാക്സിൻസ് തന്നെ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യാത്ത വാക്സിനോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും പകരാം. പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സ്, ഫെറൽ പീജിയൻസ്, അതായത് നമ്മുടെ നാട്ടില് കാരണം ഇല്ലാത്ത അസുഖങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് പലപ്പോഴും ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വഴിയായിട്ട്. അതിന് കാരണമുണ്ട്. കാരണം എന്താ അറിയാം, ഈ പാരാമിക്സോ വൈറസ് ഇൻഫെക്ഷന്, പാരാമിക്സോ വൈറസ് ഈ ജലപക്ഷികളിൽ, അതായത് താറാവിലും ഒക്കെ തന്നെ ഈ പാരാമിക്സോ വൈറസ് ഉണ്ട്. വൈറസിന് അതിനൊക്കെ ബാധിക്കുന്നുണ്ട്, പക്ഷെ രോഗലക്ഷണം ഒന്നും ഉണ്ടാക്കുന്നില്ല. അവർക്കെതിരായിട്ടുള്ള പ്രതിരോധ ശേഷിയുണ്ട്. അതുകൊണ്ട് അതേസമയം ഈ പക്ഷികളിൽ നിന്ന് വൈറസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പക്ഷികളിൽ അസുഖം ഉണ്ടാക്കും. അതേപോലെ തന്നെ പല മൈഗ്രേറ്ററി ബേർഡ്സും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ വൈറസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വൈറസാണ് പൊതുവെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഇറ്റ് സർവൈവ്സ് ഫോർ ലോങ് പീരീഡ്സ് ഇൻ ദ എൻവയോൺമെന്റ്. പെട്ടെന്ന് അസുഖം ഉണ്ടാക്കാൻ പറ്റും. അതായത് 2 to 15 days കൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. അതായത് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 മുതൽ 15 ദിവസം, അതായത് 5 മുതൽ 6 ദിവസം ആവറേജ് ആയിട്ട് ഈ വൈറസ് പക്ഷികളുടെ രോഗം ഉണ്ടാക്കും. ഇത് കോഴികളിലുള്ള ലീഷൻസ് ആണ്. അതായത് നമ്മുടെ ഒന്നാമത്തെ കാര്യം, പലപ്പോഴും നമ്മുടെ ഈ എക്സോട്ടിക് ബേർഡ്സിൽ പല അസുഖത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം ലീഷൻസ് വളരെ കൃത്യമായിട്ട് കാണാറില്ല. പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് വളരെ കൃത്യമായിട്ട് കാണാറില്ല. അതേസമയത്ത് കോഴികളിലൊക്കെ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് കാണാം. അതുകൊണ്ട് അതിൻ്റെ ആ അസുഖത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ലൈഡുകൾ ഉപയോഗിച്ചത്. ഇത് കോഴികളുടെ ആമാശയാണ്, അതായത് പ്രോവെൻട്രിക്കുലസ് ആണ് മേലെ കാണുന്നത്. പ്രോവെൻട്രിക്കുലസും ഗിസാഡും ആണ് ലെഫ്റ്റ് സൈഡിലുള്ള, മറ്റേ റൈറ്റ് സൈഡിൽ പ്രോവെൻട്രിക്കുലസ്. താഴെയാണെങ്കിൽ ഇൻഡസ്റ്റൈൻ ആണ്, സീക്കം കാണുന്നുണ്ട്, സീക്കൽ ടോൺസിൽ കാണുന്നുണ്ട്, പേഴ്സ് പാച്ചസ് ഈ ഇതിൽ ബട്ടൺ അൾസേഴ്സ് പോലെ ഇൻഡസ്റ്റൈനിൽ കാണുന്നു. അതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളിൽ ഈ വൈറസ് കാര്യമായിട്ട് ബാധിക്കുന്നത് ഇതിനെ രോഗപ്രതിരോധശേഷി കൊടുക്കുന്ന അവയവങ്ങളിൽ ലിംഫോയിഡ് ഓർഗാൻസ് ഉണ്ട്. അതായത് പക്ഷികളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നത് ബർസ, തൈമസ് രണ്ടാണ്. ബാക്കി അല്ലാതെ കണ്ണിൽ ഹാർഡേറിയൻ ഗ്ലാൻഡ് ഉണ്ട്, മെക്കിൾസ് ഡൈവർട്ടിക്കുലർ ഉണ്ട്, പേഴ്സ് പാച്ചസ് അല്ലെങ്കിൽ സിക്കട്രോൺസ്, ഒരുപാട് അവയവങ്ങളുണ്ട്. അവിടെയാണ് ഈ വൈറസ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്നതുകൊണ്ടാണ് കുടലിലും അല്ലെങ്കിൽ കുടലിന്റെ അവസാന ഭാഗത്ത് സീക്കൽ ടോൺസിലും ഒക്കെ തന്നെ ഇതുപോലത്തെ രക്തസ്രാവം ഉണ്ടാകുന്നത്. ഇത് പുറത്തുനിന്ന് തന്നെ കുടലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ പുറത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സീക്കൽ ടോൺസിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അവിടെ ഉള്ള രക്തസ്രാവം. അത് വൈറസിന്റെ ഈ മാരക ശേഷിയാണ് കാണിക്കുന്നത്. ഇത് ശ്വാസകോശവും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഈ ഇതിനുള്ള ന്യൂക്കാസിൽ ഡിസീസ് ഞാൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ തന്നെ കളക്ട് ചെയ്ത ഓർഗാൻസ് ആണ് ഇതൊക്കെ. അതൊക്കെ ഒന്നാമത് ഈ രോഗങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ എൻഡ് ഡയഗ്നോസിസിലേക്ക് പോകണം. അതിനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സൗകര്യം കുറവുള്ളത്. അതായത് ഇപ്പൊ കുറെയൊക്കെ നമുക്ക് ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഉണ്ട്, തിരുവല്ലയിലുണ്ട്. ഇതാണ് ഇതിന്റെ. അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ പക്ഷിയിലെ രോഗം കൊണ്ട് ചാവുമ്പോൾ നമുക്ക് അതെന്താ അസുഖം എന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട്. പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ തന്നെ അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ കോഴികളിൽ കാണുന്നത് പോലെ ഒന്നും ഇതുപോലത്തെ പക്ഷികളിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ലീഷൻ കൊണ്ട് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. അതിന് നമുക്ക് ആ സാമ്പിൾ തന്നെ കുറച്ചും കൂടിയും ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് തിരുവല്ലയിലേക്കുള്ള ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയോ അല്ലെങ്കിൽ ഈ പാലോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളിലേക്കോ അയക്കേണ്ടി വരും. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അപ്പൊ ആ ലിമിറ്റേഷനാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത്. ഞാൻ കുവൈത്തിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഞങ്ങളൊക്കെ ഓരോ അസുഖവും എൻഡ് ഡയഗ്നോസിസിലേക്ക് പോയിരുന്നു. എൻഡ് ഡയഗ്നോസിസിലേക്ക് നമുക്കൊരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ലാബിൽ വെച്ച് നമ്മൾ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യും.
അല്ലെങ്കിൽ UK വേബ്രിഡ്ജിലേക്ക് അയക്കും, അല്ലെങ്കിൽ പാതുവ ഇറ്റലിയിലേക്ക്. പാതുവയിൽ ഞാൻ തന്നെ പോയിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ അന്തോണിയോ സെന്റ് ആന്റണീസ് ചർച്ചൊക്കെ ഉണ്ട്, ഇപ്പോൾ പുണ്യവാളന്റെ ഈ ഹോളി റിലിക്സ് ഒക്കെ ഉള്ള. അപ്പൊ പാതുവയിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഏവിയൻ ഇൻഫ്ലുവൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അയച്ചിട്ട് നമുക്ക് സാമ്പിള് നോക്കി അവര് ഈ ഫൈലോജനറ്റിക് സ്റ്റഡി വരെ നടത്തും. അതായത് ആ വൈറസോ ആ വൈറസ് എവിടെ നിന്ന് വന്നതാവാൻ സാധ്യത ഉള്ളതെന്ന് വരെ നമുക്ക് കണ്ടുപിടിച്ചു തരും. കാര്യം ആ വൈറസ് ഇതിന് മുമ്പ് എവിടെ കണ്ടുപിടിച്ചതെന്ന് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയാൽ മാത്രമേ നമുക്ക് ഓരോ അസുഖത്തിന്റെയും എവിടുന്ന സോഴ്സ് വരെ. ഇപ്പൊ നമ്മളിപ്പം കൊറോണ വൈറസിനെ പറ്റി പറയുന്ന പോലെ കൊറോണ വൈറസ് കേരളത്തിൽ എവിടുന്നാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നാണോ അല്ലെ വിദേശത്ത് നിന്ന് വന്നാണോ എന്നുള്ളത്, അങ്ങപ്പോ അവർ ഓരോ വൈറസിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് വൈറസ് ഐസൊലേഷൻ വഴിയായിട്ടും PCR വഴിയായിട്ടും പിന്നെ സീറോളജി ആന്റിബോഡി ടൈറ്റർ നോക്കിയിട്ടും ഒക്കെ നമുക്ക് ഈ അസുഖത്തെ തിരിച്ചറിയാം. പിന്നെ എങ്ങനെയാണ് ഇത് തടയാൻ പറ്റുക? തടയാൻ പറ്റുന്നിടത്താണ് ബയോസെക്യൂരിറ്റി. ഈ ബയോസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കൊറോണ വൈറസ് നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെയാണ് ബയോസെക്യൂരിറ്റി. അതായത് ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ഷനാണ് ചെയ്യുന്നത്. നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, അല്ലെ കൈ സോപ്പിട്ട് വാഷ് ചെയ്യുന്നു, അതിന് ആ ഒരു ബോർഡർ ക്ലോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല, വരുമ്പം കുളിച്ച് ഡിസിൻഫെക്ട് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതൊക്കെ തന്നെ ഈ ഓരോ വൈറസിനും ബാധകമാണ്. നമ്മൾ കൊറോണ വൈറസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഏതൊക്കെ വൈറസ് ആണോ നമ്മൾക്കൊരു ഇതിന്റെ കേജ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ഏവിയറി ഉണ്ടെങ്കിൽ ആ ഏവിയറിയിലേക്ക് ഒരാളെയും വരാനും സമ്മതിക്കരുത്. അവിടേക്ക് ശരിക്ക് ഈ പുറത്തുനിന്നുള്ള പക്ഷികൾ വരുന്നത് വരെ തടയണം. അല്ലെങ്കിൽ നമ്മൾ അതായത് ഫീഡും, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഒരിക്കലും നമ്മൾ ഫീഡ് പോയിട്ട് ഒരു ബേർഡ്സിനെ വിൽക്കുന്ന കടയിൽ പോയിട്ട് ലൂസായിട്ടുള്ള ഫീഡ് വാങ്ങിക്കാൻ പാടില്ല. കാര്യം ആ ഫീഡിന്റെ കൂടെ മറ്റേ ബേർഡ്സിന്റെ മുകളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഈ PBFT പല വൈറസ് വരും, അല്ലെ മൈറ്റ് വരും, അല്ലെങ്കിൽ ലൗസും ഫ്ലീസും ഒക്കെ വരും, പലതിന്റെ എഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈവൺ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വരെ ആ പാക്കറ്റ് ശരിക്കും വൃത്തിയാക്കിയിട്ട് മാത്രമേ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ബേർഡ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പാക്കറ്റിന്റെ മുകളിൽ, അതായത് ഒരു പെറ്റ് ഷോപ്പിൽ അവിടെ കുറെ ബേർഡ്സ് ഉണ്ട്. കാരണം പെറ്റ് ഷോപ്പിലെ പലപ്പോഴും അവർക്ക് അസുഖം ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ച് കളയാനൊന്നും പറ്റില്ല. അപ്പൊ ആ അസുഖമുള്ള ബേർഡുകളിൽ നിന്ന് വരുന്ന പൊടികളും അതിന്റെ നേസൽ സെക്രീഷൻസും ഡ്രോപ്പിങ്സും എല്ലാം തന്നെ വേറെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു കേജ് വാങ്ങിക്കുകയാണ്, ആ കേജിന്റെ മുകളിലും, അല്ലെങ്കിൽ ഫീഡിന്റെ പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഫീഡിന്റെ പാക്കറ്റിന്റെ മുകളിലും, ലൂസായിട്ടുള്ള ഫീഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചെരുപ്പിന്റെ അടിയിലും നമ്മളെ ശരീരത്തിൽ ഡ്രസ്സിലും അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലും ഈ വൈറസുകളും ബാക്ടീരിയകളും കയറി വരും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ അതിന് ഒരു അവസരവും കൊടുക്കാതിരുന്നാൽ മാത്രമേ ആ ബയോസെക്യൂരിറ്റി പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു വൈറസ് നമ്മളെ കാരണം അത്രയും. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ ബയോസെക്യൂരിറ്റി, നമ്മൾ കൊറോണയുടെ കാര്യത്തിൽ ബയോസെക്യൂരിറ്റി അത്രത്തോളം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ദൈവസഹായം കൊണ്ട് 4-5 മാസം ഇങ്ങനെ ഇതുവരെ അസുഖം വരാതെ നമ്മൾ രക്ഷപ്പെട്ടു. അതുപോലെ ഓരോ അസുഖവും വരുന്നത് നമുക്ക് നീട്ടിയെടുത്ത് അല്ലെങ്കിൽ അത് വരുന്നത് ഇല്ലാതാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ബയോസെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്വാറന്റൈന്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറ്റവും അധികം പ്രയാസം വരുത്തുന്ന സംഗതി എന്താണെന്നറിയോ? അത് നല്ലൊരു ബേർഡിനെ എവിടെയെങ്കിലും പോയി കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് പലപ്പോഴും പലരും അതായത് വേറൊരു സ്ഥലത്ത് താമസിപ്പിക്കാതെ, അതായത് കാഴ്ചയിൽ വളരെ നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള പക്ഷി ആയതുകൊണ്ട് നമ്മൾ ബേർഡ്സിന്റെ കൂട്ടത്തിലിടും. ആ കൂട്ടത്തിലിടുമ്പോൾ അതിന്റെ ശരീരത്തിലുള്ള അണുക്കളെ പറ്റി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ആ അണുക്കള് പെരുകിയിട്ട് ആ പക്ഷിയെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കിയുള്ള പക്ഷിക്കും അസുഖം വരും. അതുകൊണ്ട് ബയോസെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാറന്റൈൻ. ക്വാറന്റൈൻ ശരിക്കും 45 days ആണ് പറയുന്നത്. അതായത് ഒരു ബേർഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കേജിലേക്കോ നമ്മൾ വീട്ടിലേക്കോ കൊണ്ടുവരാതെ വേറെ ദൂരെയുള്ള ഒരു സ്ഥലത്ത്, 1 kilometer അങ്ങ് ദൂരെയുള്ള വേറൊരു സ്ഥലത്ത് താമസിപ്പിച്ച് അതിനെ വേണം കുളിപ്പിച്ച് അതിനെ ഡീവോം ചെയ്ത്, വാക്സിൻ ഉണ്ടെങ്കിൽ വാക്സിനേറ്റ് ചെയ്തു, അങ്ങനെ അതിനെ വളരെ നന്നായി. പിന്നെ വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പാരാമിക്സോ വൈറസ് ആണെങ്കിൽ കോഴികളിൽ വാക്സിൻ ഉണ്ട്, പീജിയൻസിലും വാക്സിൻ ഉണ്ട്.
കോഴികളുടെ വാക്സിനാണ് ലെസോട്ട വാക്സിനും അതുപോലെ തന്നെ RDF1 അല്ലെങ്കിൽ ഇസ്നർ B1 ക്ലോൺ 30 ഒക്കെ ലെൻഡോജനിക് ലൈവായിട്ടുള്ള വാക്സിനാണ്. നമുക്ക് അതായത് ഡേ ഓൾഡ് മുതൽ അല്ലെങ്കിൽ ലെസോട്ട 1 വീക്കിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 1.5 മാസത്തിൽ നമുക്ക് R2B വാക്സിനൊക്കെ ഉപയോഗിക്കാം. റീജിയനിലാണെങ്കിൽ ലൈവ് വാക്സിൻ ഉപയോഗിക്കാം. അതായത് കോഴികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്സിനുകളിൽ അതായത് ഞാൻ പറയുന്ന ആദ്യത്തെ 4 അതായത് RDF1 അല്ലെ ലെസോട്ട അല്ലെ ക്ലോൺ 30 എന്ന് പറഞ്ഞാൽ അതിന് മാത്രമല്ല അതിന് കൂടെ വേറെ വേറെ സ്ട്രെയിൻസ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലെസോട്ട വാക്സിൻ ഏറ്റവും കോമൺ RDF1. അത് നമുക്ക് ധൈര്യമായിട്ട് പീജൻസിൽ യൂസ് ചെയ്യാം. പക്ഷെ പീജൻസിൽ അടുത്ത സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന വാക്സിൻ കോഴികളുടെ വാക്സിൻ അല്ല, R2B ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പീജൻ പാരാമിക്സോ വാക്സിൻ അവൈലബിൾ ആണ്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇമ്മ്യൂണോസപ്രസീവ് ഡിസീസ്, അതായത് ഈ അസുഖങ്ങൾ തടയാനുള്ള, അതായത് വൈറൽ രോഗങ്ങൾ നമുക്കറിയാം, പലതിനും വാക്സിൻ ഇല്ല, പലതിനും ചികിത്സ ഇല്ല. പിന്നെ അത് വരുന്നത് തടയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള വരാതിരിക്കാനുള്ള ചില ഇമ്മ്യൂണോസപ്രസീവ് ഡിസീസ്. മനുഷ്യന്മാർ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കി രോഗങ്ങളൊക്കെ വരും. അതായത് ഒരു റെട്രോവൈറസ് ഇൻഫെക്ഷൻ. ആ സമയത്ത് പക്ഷികളിൽ നമുക്കറിയാം സിർക്കോ വൈറസ് ഇൻഫെക്ഷൻ, സിറ്റാസൈൻ ബീക്കാൻ ഫോർ ഡിസീസ് ഉണ്ടാക്കുന്ന സിർക്കോ വൈറസ് ഇമ്മ്യൂണോസപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ തീറ്റയിൽ പൂപ്പൽ ഉണ്ടായിരിക്കാൻ അഫ്ലാടോക്സിൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇമ്മ്യൂണോസപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് അഫ്ലാടോക്സിക്കോസിസ്. അല്ലാതെ കോഴികളിലൊക്കെയാണ് ബിർണ വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ബസൽ ഡിസീസ് ഉണ്ട്, ഗംബോറോ ഡിസീസ് ആണ്. അത് വരുമ്പോൾ ഇമ്മ്യൂണോസപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇമ്മ്യൂണോസപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ രോഗങ്ങൾ ബാക്കിയുള്ള രോഗങ്ങൾ വരും. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷനും നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതൊരു ബയോസെക്യൂരിറ്റിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മളെ ഏവിയറിയും കേജും ഒക്കെ ഒരു ഏരിയയിലാണുള്ള, അവിടെയൊക്കെ റോഡ് ഉണ്ടെന്ന് കരുതിക്കുള്ളൂ. അതായത് അവിടേക്ക് മാത്രമായിട്ട് ഒരു റോഡ്, അങ്ങനെ റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷി വളർത്തലൊക്കെ വളരെ പരിചയമാണ് വിർക്കോണസ് ഒക്കെ. അത് റോഡിന്റെ താഴെ നിന്നും സ്പ്രേ ചെയ്യും, സൈഡിൽ നിന്നും സ്പ്രേ ചെയ്യും, മേലെന്നും സ്പ്രേ ചെയ്യും. അതായത് വെഹിക്കിൾസിനെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. കുവൈത്ത് യുണൈറ്റഡ് പൗൾട്രി കമ്പനി കുപ്കോ എന്ന് പറഞ്ഞ ആ കമ്പനിയിലേക്കുള്ള വഴിയിൽ നിന്ന് അവരുണ്ടാക്കിയാണ്. കാര്യം അങ്ങനെ സ്പ്രേ ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്ത് ടയറൊക്കെ ഡിപ്പ് ചെയ്ത് ടയറൊക്കെ വാഷ് ചെയ്ത് എന്നിട്ട് മാത്രമേ ഒരു ബേഡ്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരാളെ അല്ലെ ഒരു വണ്ടി വിടും. ആ വണ്ടി വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ഫാമിലേക്കോ അല്ലെങ്കിൽ ബേഡ്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു 3 റൂമുള്ള ഒരു സെറ്റപ്പാണ്. ശരിക്കും നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ഡ്രസ്സ് മുഴുവൻ ഷൂ എല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് അഴിച്ചു വെക്കണം. നെക്സ്റ്റ് റൂമിലേക്ക് കയറുമ്പോഴേക്ക് നമ്മൾ അറിയാതെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്തിട്ട് നമ്മൾ അവർ കുളിപ്പിക്കും. കാരണം ഡോർ അടയ്ക്കുന്നതോടുകൂടി വെള്ളം എവിടുന്നാ വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വെള്ളം നമ്മളെ മേലേക്ക് പമ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് കയറിയിട്ട് എല്ലാ ഡ്രസ്സും മാറ്റി പുതിയ ഡ്രസ്സ് അവിടെ ഉണ്ടാവും. ആ ഡ്രസ്സ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലത്തെ ബേഡ്സിനെ, അതായത് കോസ്റ്റ്ലി ബേഡ്സിനെ വളർത്തുന്ന ഒരു സ്ഥലത്തേക്ക് ആരായാലും നമ്മളെ പ്രവേശിക്കാൻ സമ്മതിക്കൂ. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ നമ്മളെ വണ്ടിയും ഉണ്ടോ നമ്മളെ ഡ്രസ്സുമായിട്ടോ അങ്ങനെ രോഗം ബയോസെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇതുപോലെയുള്ള ചില നിയന്ത്രണങ്ങൾ. ഇത് വാക്സിൻസ് ഞാൻ പറഞ്ഞ പീജിയൻസില്, ഇപ്പം പീജിയൻസിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന വാക്സിനുകളാണ് ഇത്. കൊളംബോവാക് PMV, ഫോർഡോഡ്ജ്, ഇപ്പൊ സോയിഡ്സിസ് കമ്പനിയാണ്. പിന്നെ ഷെവിവാക് P200, പിന്നെ നോബിലിസ് പാരാമിക്സോ P201. ഈ വാക്സിനുകളാണ്. അതൊക്കെ അത് തന്നെ PMV1 നേരായിട്ട് മാത്രമേ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇതാണ് ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ മിഡിൽ ഈസ്റ്റിലൊക്കെ കുവൈത്തിലൊക്കെ അവര് ഈ പല ഈ ഗ്രേ പാരറ്റും മക്കാവിനും ഒക്കെ വളർത്തുന്നവർ ഈ കൊളംബോവാക് PMV ഒക്കെ വെച്ച് വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ്സും ലഭ്യമല്ല. അതായത് നമ്മൾ ലിറ്ററേച്ചർ സയന്റിഫിക് എവിഡൻസ് ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം ഈ വൈറസ് മാത്രമല്ല, ഇതിന്റെ ബാക്കിയുള്ള സീറോടൈപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള പല സീറോടൈപ്സും സിറ്റാസൈൻസിൽ അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം വെച്ച് പ്രത്യേകിച്ചും ഒരു പ്രൂവൺ ആയിട്ട് സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്ത വെച്ച് നമ്മൾ വാക്സിൻ ചെയ്യുന്ന അർത്ഥമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത്. പിന്നെ ലെൻഡോജനിക് വാക്സിൻ ഇതും ഹിസ്നർ B1, ലെസോട്ട, RDF, ക്ലോൺ 30 ഈ വാക്സിനുകളൊക്കെ നമുക്ക് ഡേ ഓൾഡ് ആയിട്ടുള്ള ചിക്സിനെ അല്ലെ പീജൻസിനൊക്കെ യൂസ് ചെയ്യാം. ലെസോട്ട എപ്പോഴും അതൊരു ഒരാഴ്ച ഉള്ളപ്പോൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പെറ്റ് ബേർഡ്സിന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. കാരണം ലെസോട്ട കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വാക്സിൻ ആയിരുന്നു.
കാരണം അതിന്റെ ഇൻട്രാസെർബുലർ പത്തോജനിസിറ്റി ഇൻഡെക്സ് എന്ന് പറയും. രോഗം ഉണ്ടാക്കാനുള്ള ശേഷി ബാക്കിയുള്ളതിന്റെ ഇരട്ടി വരും. ഒരു 0.45 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വരും.